കുട്ടികൾ ബഹുമാനമില്ലാതെ പെരുമാറുന്നുവെന്ന് പല മാതാപിതാക്കളും പരാതി പറയാറുണ്ട്. ശിക്ഷിച്ചും പേടിപ്പിച്ചുമെല്ലാം കുട്ടികളെ ബഹുമാനം പഠിപ്പിക്കാനാണ് മുതിർന്നവർ ശ്രമിക്കാറ്. അടിയും ശിക്ഷയുമെല്ലാം കുട്ടികളിൽ പേടിയാണ് നിറയ്ക്കുക. പേടിയാലല്ല, മനസ്സോടെയാവണം ബഹുമാനം. അല്പം ക്ഷമയുണ്ടെങ്കിൽ അടിയും ഭീഷണിയും ഇല്ലാതെ ബഹുമാനത്തോടെ പെരുമാറാൻ കുട്ടികളെ പഠിപ്പിക്കാം. എങ്ങനെയാണ് ബഹുമാനം നൽകേണ്ടതെന്ന മാതൃക കാട്ടേണ്ടത് മുതിർന്നവരാണ്. ചെറിയ പ്രായം മുതൽ മുതിർന്നവർ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നത് കണ്ടു വളരുന്ന കുട്ടികളുടെ സ്വഭാവത്തിലും ഈ രീതി പ്രതിഫലിക്കും. വ്യക്തിയെന്ന നിലയിൽ പ്രായഭേദമില്ലാതെ എല്ലാവരും ബഹുമാനം അറിയിക്കുന്നുണ്ടെന്ന് കുട്ടികളെ പഠിപ്പിക്കുക. കുട്ടികൾ സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ നോക്കി ശ്രദ്ധയോടെ കേൾക്കുകയാണ് വേണ്ടത്. പൂർണ്ണ ശ്രദ്ധയിലൂടെ മാതാപിതാക്കൾ തനിക്ക് മൂല്യവും ബഹുമാനവും നൽകുന്നുണ്ടെന്ന് കുട്ടികൾ തിരിച്ചറിയും. കുട്ടികൾ തങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കുമ്പോൾ കുടുംബം ഒന്നിച്ച് കേട്ടിരിക്കാനും ശ്രദ്ധിക്കണം. കുട്ടികളോട് അലിവോടെ ഇടപെടുക. തിരിച്ചറിവാകാത്ത ചെറിയ കുട്ടികളിൽ നിന്നും ബഹുമാനം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ തൻ്റെ അധികാരത്തിൻ്റെ പരിധി എവിടെ വരെയെന്ന് കുരുന്നുകൾ പരീക്ഷിക്കും. അത് സ്വാഭാവികമാണ്. ഇത്തരം സാഹചര്യം ഉണ്ടാകുമ്പോൾ കുട്ടികളുടെ പ്രായത്തിന് യോജിച്ച രീതിയിൽ അതിർവരമ്പ് എവിടെയാണെന്ന് വ്യക്തമാക്കാം. ചെറിയ കുഞ്ഞുങ്ങളോട് നോ പറഞ്ഞാൽ മതിയാകും. തിരിച്ചറിവായ കുട്ടികളോട് ശാന്തതയോടെ വ്യക്തവും ഉറച്ചതുമായ ശബ്ദത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കുക. ആശയവിനിമയത്തിൽ പ്ലീസ്, താങ്ക് യു, സോറി ഈ വാക്കുകൾ പ്രയോഗിക്കാൻ കുട്ടികളെ പഠിപ്പിക്കാം. ആവശ്യമുള്ളപ്പോൾ മര്യാദയോടെ നോ പറയാനും ഇഷ്ടക്കേട് പ്രകടിപ്പിക്കാനും അവർ പഠിക്കണം. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ബഹുമാനം പ്രകടിപ്പിക്കുമ്പോൾ കുട്ടിയുടെ പ്രവൃത്തിയെ അഭിനന്ദിക്കാം. കുട്ടികൾ തങ്ങളുടേതിന് വ്യത്യസ്തമായ അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോഴോ യുക്തിസഹമായ കാര്യങ്ങൾ പറയുമ്പോഴോ തർക്കുത്തരം പറയുന്നുവെന്ന് കരുതേണ്ടതില്ല. അഭിപ്രായങ്ങളും വികാരങ്ങളും ആരോഗ്യകരമായി പ്രകടിപ്പിക്കാൻ കുട്ടികൾക്ക് അവസരം നൽകണം. കുട്ടിയുടെ കാഴ്ചപ്പാട് തെറ്റാണെന്ന് തോന്നിയാൽ സംയമനത്തോടെ തിരുത്താം. പരസ്യമായി കുട്ടിയെ ശാസിക്കരുത്. പകരം മാറ്റി നിർത്തി കുട്ടിയോട് മാത്രമായി സംസാരിക്കുകയും തിരുത്തുകയും ചെയ്യാം.